നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ആദ്യഘട്ട പോളിംഗിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഇടുക്കിയും പോളിംഗ് ബൂത്തിലേക്ക്. പോരാട്ടത്തിൽ ജനവിധി ആർക്കൊപ്പം എന്നത് കാത്ത് ഇടുക്കി. സംസ്ഥാനത്തെ ഏക പട്ടികവർഗ ഗ്രാമപഞ്ചായത്തായ ഇടമലക്കുടിയിൽ ആകെ 1803 വോട്ടർമാരും 41 സ്ഥാനാർത്ഥികളും. ഡീലിമിറ്റേഷന് ശേഷം രൂപീകരിച്ച കവക്കാട്ടുകുടി വാർഡ് കൂടി ചേർത്ത് ഇപ്പോൾ 14 വാർഡുകൾ. വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ കാടിറങ്ങി ജനവാസ മേഖലകളെ തമ്പടിക്കുമ്പോഴും പ്രതിരോധ മാർഗങ്ങൾ ഒരുക്കാതെ വനം വകുപ്പ്. ഏറ്റവും കൂടുതൽ നാട്ടുകാർക്ക് ദുരിതം വിതയ്ക്കുന്നത് കാടിറങ്ങുന്ന കാട്ടാനകൾ. മൂന്നാറിൽ വീണ്ടും കടുവയുടെ ആക്രമണം. ലോക്കാട് ഫാക്ടറി ഡിവിഷനിൽ കടുവ പശുവിനെ ആക്രമിച്ചു കൊന്നു. തോട്ടം തൊഴിലാളിയായ കണ്ണന്റെ കറവ പശുവിനെയാണ് കടുവ കൊന്നത്. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം പോരാട്ടം 2025. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ആദ്യഘട്ട പോളിംഗിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഇടുക്കിയും പോളിംഗ് ബൂത്തിലേക്ക്. പോരാട്ടത്തിൽ ജനവിധി ആർക്കൊപ്പം എന്നത് കാത്ത് ഇടുക്കി. ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെയാണ് നടക്കുന്നത്. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. ആകെ 1192 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിലുള്ളത്. ഇതിൽ 1119 പോളിംഗ് സ്റ്റേഷനുകൾ ഗ്രാമപഞ്ചായത്തുകളിലും 73 മുനിസിപ്പാലിറ്റിയിലുമാണ്. പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള സാധന സാമഗ്രികളുടെ വിതരണമടക്കം പൂർത്തീകരിച്ച ഒരുക്കങ്ങൾ പൂർത്തിയായി. ജില്ലയിൽ ബ്ലോക്ക് തലത്തിൽ 8 കേന്ദ്രങ്ങളും മുനിസിപ്പാലിറ്റി തലത്തിൽ 2 കേന്ദ്രങ്ങളുമാണുള്ളത്. ഗ്രാമപഞ്ചായത്തിൽ 100-ഉം മുനിസിപ്പാലിറ്റിയിൽ 7 സെക്ടറുകളാണ് നിലവിലുള്ളത്. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. സംസ്ഥാനത്തെ ഏക പട്ടികവർഗ ഗ്രാമപഞ്ചായത്തായ ഇടമലക്കുടിയിൽ തെരഞ്ഞെടുപ്പിലുള്ളത് ആകെ 1803 വോട്ടർമാരും 41 സ്ഥാനാർത്ഥികളും. ഡീലിമിറ്റേഷനു ശേഷം രൂപീകരിച്ച കവക്കാട്ടുകുടി വാർഡ് കൂടി ചേർത്ത് ഇപ്പോൾ 14 വാർഡുകളാണ് ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി പഞ്ചായത്തിലുള്ളത്. പതിനാല് വാർഡുകളും പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുള്ളതാണ് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത്. 893 സ്ത്രീ വോട്ടർമാരും 910 പുരുഷ വോട്ടർമാരുമാണ് ഉള്ളത്. 20 സ്ത്രീകളും 21 പുരുഷന്മാരുമാണ് മത്സരിക്കുന്നത്. മീൻകുത്തിക്കുടി, നൂർണാക്കുടി, പരപ്പയാർക്കുടി, തെക്കേ ഇഡ്ലിപ്പാറക്കുടി, സൊസൈറ്റിക്കുടി, അമ്പലപ്പടിക്കുടി, കവക്കാട്ടുകുടി എന്നീ വാർഡുകൾ വനിതാ സംവരണമാണ്. 14 പോളിംഗ് ബൂത്തുകളിലേക്കും കൂടി ഏകദേശം 56 പോളിംഗ് ഉദ്യോഗസ്ഥരാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡാണ് 2010-ൽ ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തായി രൂപീകരിച്ചത്. 2010 മുതൽ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. കിലോമീറ്ററുകളോളം നടന്നു വേണം പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സ്റ്റേഷനുകളിലെത്താൻ. ഇടമലക്കുടിയിലെ പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് 7 സെക്ടറൽ അസിസ്റ്റന്റുമാരെ നിയോഗിച്ചിട്ടുണ്ട്. സുഗമവും സുരക്ഷിതവുമായ വോട്ടെടുപ്പിന് പോളിംഗ് ബൂത്തിൽ താൽക്കാലിക ഫെൻസിംഗ്, വനം വകുപ്പിലെ RRTയുടെ സേവനം എന്നിവ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. സിറ്റി വിഷൻ മൂന്നാർ. ഇനി ശരണം സന്നിധാനം. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഹൈക്കോടതി വിധി പ്രകാരമുള്ള വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുമെന്ന് സന്നിധാനം ADM ഡോക്ടർ അരുൺ S. നായർ IAS അറിയിച്ചു. സന്നിധാനം ദേവസ്വം കോൺഫറൻസ് ഹാളിൽ ചേർന്ന 4ാമത് ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. തിരക്ക് നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതമായ ദർശനം ഉറപ്പാക്കുന്നതിനും വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത ദിവസങ്ങളിൽ തന്നെ ഭക്തർ ദർശനത്തിനെത്താൻ ശ്രദ്ധിക്കണം. ആരോഗ്യ പ്രശ്നമുള്ളവർ, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, വയോധികർ, ചെറിയ കുട്ടികളുമായി വരുന്നവർ എന്നിവർ പരമ്പരാഗത കാനനപാത ഒഴിവാക്കി
നിലയ്ക്കൽ പമ്പ റൂട്ട് വഴി സന്നിധാനത്തെത്തണമെന്ന് ADM നിർദ്ദേശിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൂടി വിധിയുടെ പശ്ചാത്തലത്തിൽ വെർച്വൽ ക്യൂ നിർബന്ധിതമാക്കിയിട്ടുണ്ട്, സ്പോട്ട് ബുക്കിംഗും നിർബന്ധിതമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഭക്തർ തീർച്ചയായിട്ടും വെർച്വൽ ക്യൂ അല്ലെങ്കിൽ കോടതി അനുവദിച്ചു തന്നിട്ടുള്ള നമ്പർ എണ്ണം സ്പോട്ട് ബുക്കിങ്ങുകളിൽ തന്നെ കൃത്യമായി വരാൻ ശ്രമിക്കുക. വെർച്വൽ ക്യൂ ലഭ്യമായ അതേ ദിവസങ്ങളിൽ തന്നെ ഭക്തർ ശബരിമല ദർശനത്തിനായി തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ടേക്ക് വെക്കുകയാണ്. എങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു തിരക്ക് നിയന്ത്രണം സാധ്യമാക്കുകയും അതുവഴി വരുന്ന എല്ലാ ഭക്തർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കുവാനും സാധിക്കുകയുള്ളൂ. പ്രധാനപ്പെട്ട വകുപ്പുകളായിട്ടുള്ള ദേവസ്വം, പോലീസ്, റവന്യൂ, ആരോഗ്യം, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി, KSEB, ഫോറസ്റ്റ് തുടങ്ങി എല്ലാ വകുപ്പുകളുടെയും കൃത്യമായ ഏകോപനത്തോടു കൂടിയാണ് നിലവിൽ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മുടെ മണ്ഡലവിളക്ക് ഉത്സവം മുന്നോട്ടേക്ക് പോകുന്നത്. കാനനപാതയിൽ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര വൈദ്യസഹായവും ആംബുലൻസ് സൗകര്യവും ലഭ്യമാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് കണക്കിലെടുത്താണിത്. നിലവിൽ വനപാലകരും അഗ്നിശമന സേനയും NDRF-ഉം ഏറെ പണിപ്പെട്ടാണ് കാനനപാതയിൽ അവശരാകുന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. നിലവിൽ ശബരിമലയിലെ ഭക്തജന തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഭക്തർക്ക് സുരക്ഷിതവും സുഗമവുമായ ദർശനം ഉറപ്പാക്കാൻ സാധിക്കുന്നുമുണ്ട്. മണ്ഡല മകരവിളക്കുമായി ബന്ധപ്പെട്ട് തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് നടത്തേണ്ട പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തി. സിറ്റി വിഷൻ, സന്നിധാനം. സന്നിധാനത്തും പരിസരത്തുമുള്ള ട്രാക്ടർ റോഡുകളിൽ ഭക്തർ വിരിവെക്കുന്നത് ഒഴിവാക്കണമെന്ന സന്നിധാനം ADM ഡോക്ടർ അരുൺ എസ് നായർ നിർദ്ദേശിച്ചു. രാത്രികാലങ്ങളിൽ ഈ റോഡുകളിലൂടെയുള്ള ട്രാക്ടർ ഗതാഗതം സജീവമായതിനാൽ ഈ വഴികളിലെ വിശ്രമം അപകടങ്ങൾക്ക് കാരണമായേക്കാം. കുട്ടികളും മുതിർന്ന പൗരന്മാരും ഉൾപ്പെടുന്ന തീർത്ഥാടക സംഘങ്ങൾ അപകട സാധ്യതയുള്ള ഇത്തരം പാതകളിൽ വിശ്രമിക്കുന്നത് വലിയ സുരക്ഷാ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അതിനാൽ ട്രാക്ടർ സഞ്ചരിക്കുന്ന വഴികളിൽ നിന്നും മാറി സുരക്ഷിതമായ ഇടങ്ങളിൽ വിരിവെക്കാൻ ഭക്തർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടുക്കി ജില്ലാ ഡീലേഴ്സ് സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച പണം നഷ്ടമായവർക്ക് അത് തിരിച്ചു നൽകാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നെടുങ്കണ്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ കോടികളുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. 540ഓളം നിക്ഷേപകർക്കാണ് ഈ സ്ഥാപനത്തിൽ നിന്നും പണം ലഭിക്കാനുള്ളത്. ഇതിൽ ഭൂരിഭാഗം 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. ഇവരിൽ തന്നെ മിക്കവരും ക്യാൻസർ, കരൾ രോഗം, ഹൃദയാഘാതം, പക്ഷാഘാതം, വൃക്കരോഗം, ശ്വാസകോശ രോഗം തുടങ്ങിയവയാൽ കഷ്ടപ്പെടുന്നവരാണ്. നിക്ഷേപത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടും പണം ലഭിക്കുന്നില്ല. ഇതിനായി കഴിഞ്ഞ 3 വർഷക്കാലമായി ഇവർ ബാങ്കിൽ കയറിയിറങ്ങുകയാണ്. സംസ്ഥാന സർക്കാരിലും ബാങ്ക് ഭരണസമിതിയിലും പോലീസിലും നിരവധി പരാതികൾ നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. ഞങ്ങൾ ഇടുക്കി ജില്ലാ ഡീലേഴ്സ് സഹകരണ സംഘത്തിലെ നിക്ഷേപകരാണ്. മലയോര പ്രദേശമായ ഉടുമ്പൻചോല താലൂക്കിൻ്റെ ആസ്ഥാനമായ നെടുങ്കണ്ടത്താണ് ഈ സംഘം സ്ഥിതി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും. ഏകദേശം 540ഓളം നിക്ഷേപകർ ഈ സ്ഥാപനത്തിലും അതിൻ്റെ ബ്രാഞ്ചുകളിലുമായി ഉണ്ട്. നിക്ഷേപകരിൽ ബഹുഭൂരിപക്ഷവും 70 വയസ്സിനുമേൽ പ്രായമുള്ളവരാണ്. ഇവരിൽ തന്നെ അർബുദം, കരൾ രോഗം, ഹൃദയാഘാതം, പക്ഷാഘാതം, വൃക്കരോഗം, ശ്വാസകോശ രോഗം എന്നീ രോഗങ്ങളാൽ ഏറെ ക്ലേശം അനുഭവിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. സംഘത്തിൽ നിരന്തരം നിക്ഷേപകരുടെ നിക്ഷേപവും പരിചയം ലഭിക്കുന്നതിന് വേണ്ടി സംഘത്തിൽ നിരന്തരം കയറിയിറങ്ങുകയാണ്. എന്നാൽ നാളിതുവരെ നിക്ഷേപത്തിൻ്റെ 1% പോലും നൽകിയിട്ടില്ല. സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് പ്രകാരം 60 കോടി രൂപയ്ക്ക് മുകളിൽ വ്യാജ വായ്പകളും തിരിമറിയും പണാപഹാരവും സംഘത്തിൽ നടന്നിട്ടുണ്ട്. ബാങ്കിന്റെ മുൻ സെക്രട്ടറിയും മുൻ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്നാണ് ഈ ക്രമക്കേട് നടത്തിയിട്ടുള്ളത്. ഇത്തരക്കാരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളിൽ നിന്നും ഈ തുക ഈടാക്കി നിക്ഷേപകർക്ക് തിരികെ നൽകണമെന്നും കുറ്റക്കാരായ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യണമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ചെറിയൊരിടവേളയ്ക്ക് ശേഷം തിരിച്ചുവരാം.
1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ കാടിറങ്ങി ജനവാസ മേഖലകളിൽ തമ്പടിക്കുമ്പോഴും പ്രതിരോധ മാർഗങ്ങൾ ഒരുക്കാതെ വനം വകുപ്പ്. ഏറ്റവും കൂടുതൽ നാട്ടുകാർക്ക് ദുരിതം വിതയ്ക്കുന്നത് കാടിറങ്ങുന്ന കാട്ടാനകൾ തന്നെ. കൂട്ടമായിട്ടെത്തുന്ന കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ തമ്പടിക്കുന്ന സാഹചര്യമാണ്. പ്രതിരോധ മാർഗങ്ങൾ ഒരുക്കുമെന്ന വനം വകുപ്പിന്റെ പ്രഖ്യാപനമൊന്നും നടപ്പിലായിട്ടില്ല. ഹൈറേഞ്ചിന്റെ പല മേഖലകളിലും ഇപ്പോൾ കാട്ടാനകൾ കൂട്ടത്തോടെ കൃഷിയിടങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഏക്കർ കണക്കിന് കൃഷിയാണ് കാട്ടാന ചവിട്ടി മെതിച്ചത്. നിരവധി മനുഷ്യജീവനുകളും കാട്ടാന കവർന്നെടുത്തു. കാട്ടാന ശല്യത്തിന് പരിഹാരം കാണുമെന്ന വനംവകുപ്പിന്റെ ഉറപ്പാകട്ടെ വെള്ളത്തിൽ വരച്ച വരയായി. തോട്ടം കാർഷിക മേഖലയിൽ കാട്ടാനകൾ കൂട്ടത്തോടെ തമ്പടിക്കുന്നതിനാൽ തോട്ടം തൊഴിലാളികൾക്ക് ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഇത് ചക്കവമ്പൻ കൊമ്പില്ലേ മുടിയില്ല. കാട്ടാനകൾ വീടുകൾ ഇടിച്ചു നിരത്തിയും കൃഷി നശിപ്പിച്ചും കാടുകയറാതെ നാട്ടിൽ തമ്പടിക്കുമ്പോൾ ഇവയെ കാടുകയറ്റാനും RRT സംഘങ്ങൾ പരിശ്രമിക്കുന്നില്ലെന്നാണ് ഉയരുന്ന ആരോപണം. കാട്ടാന ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിനും വനംവകുപ്പ് പ്രഖ്യാപിച്ച പ്രതിരോധ പദ്ധതികൾ നടപ്പാക്കുന്നതിനും അടിയന്തര നടപടിയുണ്ടായില്ലെങ്കിൽ ജനകീയ സമരത്തിനും തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. സിറ്റി വിഷൻ, പൂപ്പാറ. മൂന്നാറിൽ വീണ്ടും കടുവയുടെ ആക്രമണം. ലോക്കാട് ഫാക്ടറി ഡിവിഷനിൽ കടുവ പശുവിനെ ആക്രമിച്ചു കൊന്നു. തോട്ടം തൊഴിലാളിയായ കണ്ണന്റെ കറവ പശുവിനെയാണ് കടുവ കൊന്നത്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ മൂന്നാറിലെ വിവിധ എസ്റ്റേറ്റുകളിലായി കടുവയുടെ ആക്രമണത്തിൽ 200-ലധികം വളർത്തുമൃഗങ്ങളാണ് ചത്തത്. കാട്ടാനയും കാട്ടുപോത്തും കുരങ്ങുമടക്കമുള്ള വന്യമൃഗങ്ങൾക്കൊപ്പമാണ് മൂന്നാർ മേഖലയിൽ കടുവയുടെയും പുലിയുടെയും ആക്രമണം രൂക്ഷമാകുന്നത്. തോട്ടം തൊഴിലാളികളുടെ വരുമാന മാർഗമായ നിരവധി വളർത്തുമൃഗങ്ങളെയാണ് കടുവ കൊന്നു ഭക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ലോക്കാട് ഫാക്ടറി ഡിവിഷനിൽ കടുവ പശുവിനെ ആക്രമിച്ചു കൊന്നു. എസ്റ്റേറ്റ് തൊഴിലാളിയായ കണ്ണന്റെ കറവ പശുവിനെയാണ് കടുവ ആക്രമിച്ചത്. മേയാൻ പോയ പശു തിരിച്ചെത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തേയിലക്കാട്ടിൽ പശുവിന്റെ ജഡം കണ്ടെത്തിയത്. അതേസമയം കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ മൂന്നാർ മേഖലയിൽ 200-ലധികം വളർത്തുമൃഗങ്ങളെയാണ് കടുവ കൊന്നു ഭക്ഷിച്ചത്. കടുവയെ പേടിച്ച് വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുവാൻ പറ്റാത്ത സാഹചര്യമാണെന്നും ജനവാസ മേഖലയിൽ സ്ഥിരമായിട്ടെത്തുന്ന കടുവകളെ കൂടുവെച്ച് പിടികൂടുന്നതിന് നടപടി വേണമെന്നതുമാണ് തോട്ടം തൊഴിലാളികളുടെ ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ. ഉൽപാദനക്കുറവ് ഹൈറേഞ്ചിലെ കൊക്കോ കർഷകർക്ക് പ്രതിസന്ധിയാകുന്നു. മഴ കുറഞ്ഞിട്ടും കൊക്കോ മരങ്ങളിൽ കാര്യമായി പൂപിടുത്തമുണ്ടാകാത്തതാണ് കർഷകർക്ക് തിരിച്ചടിയായിട്ടുള്ളത്. നിലവിലെ സ്ഥിതി തുടർന്നാൽ സീസണിൽ വിപണിയിലെത്തിക്കാൻ കാര്യമായി കൊക്കോ ഉണ്ടാവില്ലെന്ന് കർഷകർ പറയുന്നു. ഒരു കാലത്ത് ഹൈറേഞ്ചിലെ കർഷകരുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായിരുന്നു കൊക്കോ കൃഷി. എന്നാൽ ഇന്ന് ഹൈറേഞ്ചിൽ നിന്ന് കൊക്കോ കൃഷി പതിയെ പടിയിറങ്ങുകയാണ്.
350 മുകളിൽ വിപണിയിൽ ഉണക്ക കൊക്കോയ്ക്ക് വില ലഭിക്കുന്നുണ്ട്. പച്ച കൊക്കോയ്ക്കും ഭേദപ്പെട്ട വില ലഭിക്കുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഉണ്ടായിട്ടുള്ള ഉൽപാദന കുറവാണ് കൊക്കോ കർഷകരെ വലയ്ക്കുന്നത്. ഇത്തവണ മഴ കുറഞ്ഞിട്ടും കൊക്കോ മരങ്ങളിൽ കാര്യമായി പൂവിടുത്തമുണ്ടായിട്ടില്ല. നിലവിലെ സ്ഥിതി തുടർന്നാൽ സീസണിൽ വിപണിയിലെത്തിക്കുവാൻ കർഷകരുടെ പക്കൽ കാര്യമായി കൊക്കോ ഉണ്ടാവില്ല. ഉയർന്ന വില ലഭിക്കുന്ന ഘട്ടത്തിൽ കർഷകർക്ക് വിപണിയിലെത്തിക്കാൻ കൊക്കോ ഇല്ലാത്ത അവസ്ഥ കഴിഞ്ഞ കുറെ നാളുകളായി നിലനിൽക്കുന്നു. വിലയുള്ളപ്പോൾ ഉൽപ്പന്നവും ഉൽപ്പന്നമുള്ളപ്പോൾ വിലയുമില്ലാത്തതാണ് കർഷകരെ നിരാശരാക്കുന്നത്. മുമ്പ് കൃത്യമായ ഇടവേളകളിൽ കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം നൽകിയിരുന്ന കൃഷിയായിരുന്നു കൊക്കോയെങ്കിൽ ഉൽപാദന കുറവ് മൂലം കാര്യങ്ങൾ പാടെ മാറിമറിഞ്ഞു. പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാതായതോടെ പല കർഷകരും കൊക്കോ മരങ്ങൾ വെട്ടിമാറ്റി മറ്റ് കൃഷികളിലേക്കും തിരിഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും കൊക്കോ കർഷകർക്ക് തിരിച്ചടിയാകുന്നുവെന്നാണ് കർഷകർ പറയുന്നത്. സിറ്റി വിഷൻ, അടിമാലി. മൂന്നാറിൽ സെക്യൂരിറ്റി ജീവനക്കാരന്റെ കൊലപാതകം നടന്ന 3 മാസം പിന്നിടുമ്പോഴും കേസിൽ തുമ്പ് കണ്ടെത്താനാകാതെ അന്വേഷണ സംഘം. കന്നിമല ഫാക്ടറി ഡിവിഷൻ സ്വദേശി രാജപാണ്ഡിയായിരുന്നു കഴിഞ്ഞ ആഗസ്റ്റ് 23-ന് ക്രൂരമായി കൊല്ലപ്പെട്ടത്. 3 മാസം പിന്നിടുമ്പോഴും കൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. കഴിഞ്ഞ ആഗസ്റ്റ് 23-ന് പകലാണ് ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന കന്നിമല ഫാക്ടറി ഡിവിഷനിൽ രാജപാണ്ഡിയെ ക്വാർട്ടേഴ്സിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തലയിലും കഴുത്തിലുമായി 9 വെട്ടുകളേറ്റാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. കൊലപാതകം നടന്ന 3 മാസം പിന്നിടുമ്പോഴും കേസിൽ തുമ്പ് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 25,000 രൂപ പാരിതോഷികം, രഹസ്യ വിവരം നൽകുന്നതിനായി ഇൻഫർമേഷൻ ബോക്സുകൾ സ്ഥാപിക്കൽ, 150-ലധികം പേരെ ചോദ്യം ചെയ്യൽ, 100-ലേറെ പേരുടെ ഫോൺ കോളുകളുടെ പരിശോധന എന്നിവയും പോലീസ് നടത്തിയിരുന്നു. കൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തുന്നതിനായി മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയും പോലീസ് നടത്തിയിരുന്നു. പക്ഷേ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരിപ്പോഴും കാണാമറയത്ത് തുടരുകയാണ്. സിറ്റി വിഷൻ, മൂന്നാർ. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വൻ മുന്നേറ്റമുണ്ടാകുമെന്നും ഇടതുപക്ഷ മുന്നണിക്ക് കനത്ത പരാജയമുണ്ടാവുമെന്നും KPCC ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കുട്ടിക്കല്ല. മറ്റു പല മേഖലകളിലും ഗവൺമെൻറ്റിൻ്റെ പല അരാജകത്വങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു ജനതരംഗം ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഇടതുപക്ഷ മുന്നണിക്ക് ഇത്തവണ ഒരു സമ്പൂർണ്ണ പരാജയം മാത്രമായിരിക്കും നടക്കുന്നത്. ഒരു കാരണവശാലും അവർ വിജയിക്കാൻ കഴിയില്ല എന്നത് നിസ്സംശയമായ കാര്യമാണ്. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,955 രൂപ, പവന് 95,640 രൂപ, വെള്ളി ഗ്രാമിന് 198 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ആദ്യഘട്ട പോളിംഗിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഇടുക്കിയും പോളിംഗ് ബൂത്തിലേക്ക്. പോരാട്ടത്തിൽ ജനവിധി ആർക്കൊപ്പം എന്നത് കാത്ത് ഇടുക്കി. സംസ്ഥാനത്തെ ഏക പട്ടികവർഗ ഗ്രാമപഞ്ചായത്തായ ഇടമലക്കുടിയിൽ ആകെ 1803 വോട്ടർമാരും 41 സ്ഥാനാർത്ഥികളും. ഡീലിമിറ്റേഷന് ശേഷം രൂപീകരിച്ച കവക്കാട്ടുകുടി വാർഡ് കൂടി ചേർത്ത് ഇപ്പോൾ 14 വാർഡുകൾ. വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ കാടിറങ്ങി ജനവാസ മേഖലകളെ തമ്പടിക്കുമ്പോഴും പ്രതിരോധ മാർഗങ്ങൾ ഒരുക്കാതെ വനം വകുപ്പ്. ഏറ്റവും കൂടുതൽ നാട്ടുകാർക്ക് ദുരിതം വിതയ്ക്കുന്നത് കാടിറങ്ങുന്ന കാട്ടാനകൾ. മൂന്നാറിൽ വീണ്ടും കടുവയുടെ ആക്രമണം. ലോക്കാട് ഫാക്ടറി ഡിവിഷനിൽ കടുവ പശുവിനെ ആക്രമിച്ചു കൊന്നു. തോട്ടം തൊഴിലാളിയായ കണ്ണന്റെ കറവ പശുവിനെയാണ് കടുവ കൊന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.